ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മയെ ഗീതു കണ്ണ് പൊത്തി കൊണ്ടുവരിക. രാധികാമ്മേ, രാധിക മാമി, അങ്കെ മാമി അങ്കെ എന്നും പറഞ്ഞ കാഞ്ചനയുടെ സ്വരത്തിൽ അങ്ങനെ നമ്മുടെ രാധികയെ ഗീതു കൊണ്ടുവന്ന് നിർത്തുന്നത് വിജയലക്ഷ്മി അമ്മയുടെ മുൻപിലാണ്. വിജയലക്ഷ്മി അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് ഗീതു നിർത്തിയതും പതുക്കെ രാധികയുടെ കണ്ണിൽ നിന്നും കൈയെടുത്ത് മാറ്റി. കണ്ണു തുറന്ന് നോക്കിയ രാധികയ്ക്ക് ഇത്തിരി മങ്ങലായിട്ടാണ് തോന്നിയത്. ഇതെന്താ ഭഗവാന് പെണ്ണിൻ്റെ രൂപം എന്നും ആലോചിച്ചുകൊണ്ട് രാധിക കണ്ണട വെച്ചു. കണ്ണട വെച്ചപ്പോഴാണ് രാധിക ഞെട്ടിപ്പോയത്. അത് വിജയലക്ഷ്മിയായിരുന്നു. വിജയലക്ഷ്മിയുടെ എല്ലാ അധികാരത്തോടു കൂടെയുള്ള ഇരിപ്പും അടുത്ത് ഗോവിന്ദനും ഇരിക്കുന്നത് കണ്ടതും നമ്മുടെ രാധിക ഞെട്ടി. ഞെട്ടലോടുകൂടെ രാധിക നീയോ എന്നും ചോദിക്കുകയാണ്. അതെ ഞാൻ തന്നെ എന്നും വിജയലക്ഷ്മി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതും വിഷുവായിട്ട്? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എൻ്റെ മോനും മോളും താമസിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവിടേക്കല്ലാതെ ഞാൻ എവിടേക്ക് പോകാനാ? എൻ്റെ കണ്ണാ, നീ ഇവളെ വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണോ? ഇവള് കള്ളിയാ, നിൻ്റെ അച്ഛനെ പറ്റിച്ച കള്ളി. അതൊക്കെ എനിക്കറിയാം രാധികാമ്മേ. എൻ്റെ അച്ഛനെ ഇവർ പറ്റിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി മുതൽ ഇവരിവിടെ തന്നെ ഉണ്ടാവും. അത് കേട്ടതും രാധിക ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കുക. കണ്ണാ, അതേ രാധികാമ്മേ, ഇനി മുതൽ എൻ്റെ അമ്മായിയമ്മ, എൻ്റെ സ്വന്തം അമ്മായിയമ്മ, രണ്ടാം അമ്മായിയമ്മയല്ല കേട്ടോ, സ്വന്തം അമ്മായിയമ്മ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി രണ്ടാം അമ്മായിയമ്മ എന്തെങ്കിലും ചെയ്താലും സ്വന്തം അമ്മായിയമ്മ വെറുതെ വിടില്ല. അതൊന്നും മനസ്സിലിരിക്കട്ടെ. ഇത് വിഷുവായിട്ട് മനുഷ്യനെ മനഃപൂർവ്വം ഒരു നാണം കെടുത്തുന്ന രീതിയായി ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കണ്ണാ. നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് ക്ഷമിക്കില്ല. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ക്ഷമിക്കാത്തതേ നിങ്ങളിവിടെ വെച്ച് ഉറപ്പിക്കുമ്പോഴാണ്. നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്കിനി ഒരു പ്രശ്നവും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെൻ്റെ അമ്മയാണ്. എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ 10 മാസം വയറ്റിലിട്ട് എന്നെ നൊന്ത് പ്രസവിച്ച് എന്നെ 15 വയസ്സ് വരെ വളർത്തി 15-ാം വയസ്സിൽ എന്തിനാണ് പോയതെന്ന് പോലും അറിയാതെ എന്നെ ഉപേക്ഷിച്ച് പോയത് എൻ്റെ അമ്മ. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അതെനിക്ക് ഊഹിച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഊഹിച്ചെടുത്തത് കൊണ്ടാണ് എൻ്റെ അമ്മയുടെ എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചത്. ഒരു കാര്യം ഞാൻ പറയാൻ രാധികാമ്മേ, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പല ഭീഷണിയുടെ മുൻപിലാണ് എൻ്റെ അമ്മ അടിപതറി ഇറങ്ങിയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി എനിക്ക് ജീവിക്കണം, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. എൻ്റെ കുഞ്ഞെ എൻ്റെ ഗീതുവിൻ്റെ വയറ്റിലുണ്ട്. ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കാനും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനും നിങ്ങളെക്കൊണ്ട് കഴിയോ? നിങ്ങളങ്ങനെ ചെയ്താലും അതിൽ പേടിയോടെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അതാക്കാൻ തീരുമാനിച്ചു. എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാനും എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും ഒരു പേരക്കുട്ടിയുടെ സ്ഥാനം കൊടുക്കാനും ആ സ്വന്തം ചോരയ്ക്ക് കഴിയുമെന്ന് എന്നെ നിങ്ങൾ പഠിപ്പിച്ചു തന്നു രാധികാമ്മേ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ കുഞ്ഞിനോടുള്ള കൂറ് പോലും എൻ്റെ കുഞ്ഞിനോടില്ല എന്നെനിക്ക് മനസ്സിലായി. അതെ, രക്തത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അർത്ഥം അതാണല്ലോ. നിങ്ങളുടെ രക്തമാണ് രേഖയുടെ വയറ്റിൽ കിടക്കുന്നത്, വരുണിൻ്റെ കുഞ്ഞ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അതിനോട് സ്നേഹവും സിമ്പതി ഉണ്ടാവും. എന്നാൽ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്നേഹം ഇല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. കണ്ണാ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളല്ലോ ഉള്ളു രാധികാമ്മേ. ഇത്തിരി നേരം കേക്ക്. ഇനി അങ്ങോട്ടെന്നും എൻ്റെ അമ്മ ഇവിടെ ഉണ്ടാവും, ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ ലാളിക്കാനും ഒക്കെ. ഇനി 15 വയസ്സ് മുതൽ നഷ്ടപ്പെട്ട എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് തിരിച്ചു പിടിക്കണം. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടെ എൻ്റെ അമ്മയെ ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലും നോവിച്ചാൽ പിന്നെ ഈ ഗോവിന്ദ്, അറയ്ക്കൽ ഗോവിന്ദ് മാധവ് ആരാണെന്നറിയും. എൻ്റെ അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുന്നത് പ്രവൃത്തികൾ ആര് ചെയ്താലും അവരറയ്ക്കലിന് പുറത്തായിരിക്കും എന്നും പറഞ്ഞ് ഗോവിന്ദ് കടുത്ത തീരുമാനം എടുക്കുക. ഈ സമയം രാധികയെ, ഇനിയിപ്പോൾ നീ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഗോവിന്ദിന് പ്രശ്നമൊന്നുമില്ലെന്നേ എന്നും പറയണം. അത് കേട്ടതും അതല്ലല്ലോ എനിക്കറിയാം. എന്നാലും ഭഗവാനെ കണി കാണിക്കാതെ ഇവളെ കൊണ്ട് തന്നെ കണി കാണിച്ച് എന്തിനാ ഗീതു? എൻ്റെ അമ്മയെ കണി കാണുന്നത് നല്ലത്. ഭഗവാനും എൻ്റെ അമ്മയും ഒക്കെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരാ. ഭഗവാനും നല്ല മനസ്സാ, എൻ്റെ അമ്മയ്ക്കും നല്ല മനസ്സാ. എന്തായാലും ഒന്ന് കൃഷ്ണ ഭഗവാനെ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ, എന്നാൽ സരസ്വതി ദേവിയെ കണ്ടില്ലേ, അത് മതി. ഇനിയിപ്പോൾ രാധികാമ്മയുടെ ഈ വർഷം മുഴുവൻ എങ്ങനെയാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ പേടിപ്പിക്കുക. എന്നും പറഞ്ഞ് രാധിക മുകളിലേക്ക് പോയി. ഈ സമയം ഇത് നല്ലൊരു തിരിച്ചടിയാണ് കണ്ണേട്ടാ, അവർക്കിത് കിട്ടണം. അതേ ഗോവിന്ദേട്ടാ, എന്തായാലും രാധികാമ്മയ്ക്ക് ഇങ്ങനെ ഒരു അടി രാധികാമ്മ പ്രതീക്ഷിച്ചില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ കൊല്ലത്തെ കൈനീട്ടവും ഡ്രസ്സും ഒക്കെ നിങ്ങൾ തന്നില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയും വർഷം രാധികാമ്മയുടെ കയ്യിൽ നിന്നല്ല മേടിച്ചുകൊണ്ടിരുന്നേ, ഒരൈശ്വര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു സങ്കടമില്ല. പക്ഷേ ഈ ഇന്നത്തെ ഈ വിഷു കൈനീട്ടമുണ്ടല്ലോ,
ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, അത് ഞങ്ങൾ ഒരിക്കലും മറക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു രേഖയും രഞ്ജുവൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമുക്കിനി സദ്യ കഴിക്കണ്ടേ എന്നും ഗീതു അത് കേട്ടതും പിന്നെ കഴിക്കണം എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഇരിക്കുക. അങ്ങനെ ഡൈനിങ് ടേബിളിലിരുന്ന് എല്ലാവരും സദ്യയൊക്കെ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഗോവിന്ദ് അമ്മയ്ക്ക് വാരി കൊടുക്കുക. അപ്പോൾ അമ്മ അത് സന്തോഷത്തോടെ കഴിക്കുക. അപ്പോൾ അമ്മ ഗോവിന്ദനും ഗീതുവിനും രഞ്ജുവിനും രേഖയ്ക്കും പ്രിയയ്ക്കും എല്ലാവർക്കും വാരി കൊടുത്തു. അങ്ങനെ വാരി കൊടുത്തപ്പോൾ അവിടെ എല്ലാവരും ഒത്തൊരുമയോടെ ഒരു കൂട്ടുകുടുംബത്തിൽ മുഴുവനും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ഗോവിന്ദന് തോന്നിയത്. രേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. രേഖയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. എന്തിനാ മോളെ കരയുന്നേ? ഇല്ലമ്മേ, ഒരിക്കലും എനിക്കിങ്ങനെ ആരും വാരി തന്നിട്ടില്ല, എൻ്റെ അമ്മയും അച്ഛനും പോലും. പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവരും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യും, പിന്നെ അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അതൊക്കെ അവരുടെ കള്ളസ്നേഹമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ അമ്മേ പറ്റൂ. മോളെന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നേ? ഇനി നിനക്കെല്ലാം ചെയ്തു തരാൻ ഞാനുണ്ട്. നിങ്ങൾ 3 ഗർഭിണികൾക്ക് എന്ത് വേണമെങ്കിലും ഈ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ ഉണ്ടാക്കിത്തരാം എന്നും നമ്മുടെ വിജയലക്ഷ്മി അത് കേട്ടതും എടാ കണ്ണാ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ. അത് കേട്ടതും എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മയുടെ ഈ സ്നേഹം മതി. എനിക്ക് തന്നില്ലെങ്കിലും ഇവിടെ ഉള്ളവർക്കെല്ലാം സ്നേഹം കൊടുത്താൽ മതി. അതൊന്നും പറ്റില്ല, എൻ്റെ മോന് വേണ്ട സ്നേഹവും ഞാൻ തരും. ഈ അമ്മ വാരി കോരി തരും. ഇനി ഗീതു, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി വേണം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. എൻ്റെ അമ്മയ്ക്ക് ഇത്രയും നാളും കിട്ടാത്ത എല്ലാ സന്തോഷവും ഇനി അങ്ങോട്ട് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയാം. അതിനെന്താ, ഞാനും അമ്മ ഒരു റൂമിലുണ്ടായി താമസിച്ചോളാം ഗോവിന്ദേട്ടാ. അമ്മ ഒറ്റയ്ക്ക് താമസിക്കണ്ട, എന്തായാലും ധ്യാനില്ലല്ലോ, അതുകൊണ്ട് ഞാനും അമ്മ ഒരുമിച്ച് താമസിച്ചോളാം. അതൊന്നും വേണ്ട, അമ്മയ്ക്ക് ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി തന്നെ കൊടുക്കണം. രാധികാമ്മയുടെ മുറി വേണ്ട കണ്ണാ, വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ ഇവളുടെ കൂടെ കിടന്നോളാം. വെറുതെ എന്തിനാ രാധികയെ ദേഷ്യം പിടിപ്പിക്കുന്നേ? അവർ കുറച്ച് അനുഭവിക്കണോ അമ്മേ? ഇത്രയും നാളും ഞാൻ അവരെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അമ്മയെക്കാളും മുകളിലാണ് ഞാൻ അവർക്ക് സ്ഥാനം കൊടുത്തത്. എന്നിട്ടും അതുപോലെ ഒരു തുള്ളി സ്നേഹം അവരെനിക്ക് തിരിച്ചു തന്നോ? ഇല്ല, എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം. അവരുടെ സ്നേഹമൊക്കെ വെറും നാടകമാണെന്ന് എനിക്ക് മനസ്സിലായത് വൈകാതെ അമ്മേ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരെ സ്നേഹിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയുടെ കാലിങ്ങ് നീട്ടി വെച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മി അമ്മയുടെ കാലൊക്കെ അമർത്തി കൊടുക്കുക. അപ്പുറത്ത് ഗീതും ഇപ്പുറത്ത് ഗോവിന്ദും. ആ സമയം രാധിക ഇതെല്ലാം മുകളിലൊന്ന് കാണുക. ഇവൻ അവൻ്റെ അമ്മയോട് കൂറ് തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയൊരിക്കലും ഇവനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഇത്രയും നാളും ഞാൻ അവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ആ സ്നേഹം ഇവൻ നശിപ്പിച്ചു. ഇനി ഞാൻ ഇവനെ സ്നേഹിക്കില്ല, സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇവനെ വെറുക്കും, ഇവനെയും കൊല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധികാമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഭാസ്കരേട്ടാ, എന്തു പറ്റി രാധികേ? നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഭാസ്കരേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ആ വിജയലക്ഷ്മി അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തിനാ അവൾ ഇങ്ങോട്ട് വന്നത് എന്നും ഭാസ്കരൻ ചോദിക്കുക. കണ്ണൻ എല്ലാം മറന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നതാ ഭാസ്കരേട്ടാ. അവൾ ഇനി മുതൽ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. സാരമില്ല രാധികെ, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ, അവൾക്ക് ചിലപ്പോൾ വയ്യായിക ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഗോവിന്ദ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അല്ലാതെ ഒരിക്കലും അവൻ അവളെ സ്നേഹിക്കാൻ കഴിയില്ല. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്കാക്കണ്ടല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതായിരിക്കാം. അതിന് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? ഇല്ല ഭാസ്കരേട്ടാ, എല്ലാ വർഷവും അവൻ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കുന്നേ. ഞാൻ അവന് കോടി കൊടുക്കുന്നത്. ഇപ്രാവശ്യം അവൻ എൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിച്ചില്ല, കോടിയും മേടിച്ചില്ല. കോടിയും ഞാൻ അവൻ എനിക്കും എടുത്തു തന്നില്ല ഭാസ്കരേട്ടാ. നീ എന്തിനാ വിഷമിക്കുന്നേ? അവൻ വല്ലവരുടെയും മകനാ. നിൻ്റെ മകനുണ്ടല്ലോ വരുൺ, അവനെവിടെ? കാലണയ്ക്ക് വകയില്ലാത്തവനെ കൊണ്ട് എന്ത് ചെയ്യാനാ ഭാസ്കരേട്ടാ? ഗോവിന്ദനുള്ള ബുദ്ധിയൊന്നും അവനില്ല ഭാസ്കരേട്ടാ. എനിക്കതിൻ്റെ ഒരു സങ്കടമുണ്ട്. രാധികയെ, നീ വിഷമിക്കാതെ. വിജയലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് ഓടിക്കാം, ചെമ്പകശ്ശേരിയിലേക്ക്. നീ ധൈര്യമായിട്ടിരിക്കും രാധികയെ എന്നൊക്കെ പറയണം. ഇല്ല ഭാസ്കരേട്ടാ, എനിക്ക് തോന്നുന്നില്ല. അവൻ രണ്ടും കൽപ്പിച്ച അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ എന്നോട് പ്രതികാരം ചെയ്യുക. ഇത്രയും നാളും ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല എന്ന് അവന് തോന്നി തുടങ്ങി. പക്ഷെ ഞാൻ അവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അവൻ കാരണമാണ് ഞാനിന്ന് ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത്. എന്നിട്ട് പോലും അവൻ അതൊന്നും മനസ്സിലാക്കാതെ എന്നെ സ്നേഹിക്കാതെ ഇങ്ങനെ മാറിപ്പോകുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് ഭാസ്കരേട്ടാ. നീ വിഷമിക്കാതെ രാധികെ, നിനക്ക് ഞാനുണ്ട്, വരുണുണ്ട്, എല്ലാവരും ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയണം. നീ ചെന്ന് വിജയലക്ഷ്മിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ. അത് കേട്ടതും ശരി ഭാസ്കരേട്ടാ, ഞാൻ പോയി അവളോട് സംസാരിക്കാം. അവളെ എനിക്കൊന്ന് തനിച്ച് കാണണം എന്നും പറഞ്ഞുകൊണ്ട് രാധിക നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ വിജയലക്ഷ്മി അവിടെ ഇരിക്കുമായിരുന്നു. എന്താടി നിൻ്റെ മുഖത്തൊരു സന്തോഷം?
എന്താ രാധികെ, എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേ? 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ എൻ്റെ മകൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. എൻ്റെ മകൻ്റെ എല്ലാ സ്നേഹവും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. മകൻ്റെ മാത്രമല്ല, മകളുടെയും. ആ ഞാൻ സന്തോഷവതിയാണ് രാധികെ. അതിനൊരു കാരണവും കൂടി ഉണ്ട്. നീ അതിനൊക്കെ കാരണക്കാരി. ഇതിന് നിന്നോട് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ദേ രാധികെ, ദേ വിജയലക്ഷ്മി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. നീ ഇവിടെ നിൽക്കുന്നത് മാധവേട്ടൻ്റെ ആത്മാവിന് പോലും ഇഷ്ടമല്ല. അത് ഞാൻ നിൽക്കുന്നതല്ല, നീ നിൽക്കുന്നതാണ് മാധവേട്ടൻ്റെ ആത്മാവിന് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് എന്നും പറയണോ വിജയലക്ഷ്മി. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ഇവിടെ നിന്ന് എന്തിനു പോകണം? ഇത് എൻ്റെ മാധവേട്ടൻ്റെ വീടാ. എന്നാൽ അതും എനിക്ക് തന്നെ പറയാനുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ അധികാരവും അവകാശവും എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് കൂടുതൽ ആജ്ഞാപിക്കണ്ട. ദേ, അധികം എന്നെ ഭീഷണിപ്പെടുത്തിയാലുണ്ടല്ലോ, നിൻ്റെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൻ്റെ കൂടെ പെട്ടിയെടുത്തുകൊണ്ട് പോകാൻ ഞാനിവിടെ ഇട്ട് ആജ്ഞാപിക്കും. അപ്പം നിനക്കത് അനുസരിക്കേണ്ടി വരും. എന്താ, ഞാനത് ചെയ്യണോ രാധികെ എന്നും വിജയലക്ഷ്മി. അത് കേട്ടതും രാധിക ഞെട്ടി. ഈശ്വര, ഭാസ്കരേട്ടൻ എൻ്റെ ഭർത്താവാണെന്നെങ്ങാനും കണ്ണൻ അറിഞ്ഞാൽ തീർന്നു, അതോടുകൂടെ എല്ലാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുക. ഈ സമയം എൻ്റെ മുന്നിൽ അവളുടെ കളി എന്നൊക്കെ പറയണം. അങ്ങനെ ഗീതവും ഗോവിന്ദും മുറിയിലേക്ക് ചെല്ലുക. ഒരുപാട് സന്തോഷം, മനസ്സിന് ആശ്വാസമേകുന്ന നാളുകളാണ് കണ്ടിട്ടാ ഇപ്പം ഇവിടെ നടന്നു പോകുന്നത്. ഇനിയാണ് അറയ്ക്കൽ തറവാട്ടിൽ ശരിക്കും സന്തോഷം വരാൻ പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗീതു. ഞാൻ ചില ലക്ഷ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് ലക്ഷ്യം? അത് എനിക്കറിയണം. അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യം എനിക്കറിയണം. അതിന് നമ്മൾ അന്വേഷിച്ചിറങ്ങിയേ പറ്റൂ. പിന്നെ എനിക്ക് ചിലരെയും സംശയമുണ്ട്. രഞ്ജുവിനെയോ? രഞ്ജുവിനെ എന്തിനാ കണ്ടിട്ട് സംശയിക്കുന്നേ? അവളെ അമ്മയുടെ മകളല്ലേ? എനിക്കത് വിശ്വാസമായിട്ടില്ല ഗീതു. എൻ്റെ അച്ഛനെ വിട്ടുപോയതിന് ശേഷം എൻ്റെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുമെന്നും അതിലൂടെ ഒരു കുട്ടി ജനിക്കുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. എൻ്റെ അമ്മ ഇന്നും എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹം ആത്മാർത്ഥമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല ഗീതു. അങ്ങനെ എൻ്റെ അച്ഛനെ മറന്നിട്ട് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കാനും കഴിയില്ല. രഞ്ജു എങ്ങനെ അമ്മയുടെ കയ്യിൽ കിട്ടി? രഞ്ജു ആരുടെ കൊച്ച്? രഞ്ജു എന്തിനാണ് അമ്മയോടൊപ്പം വന്നത് എന്നൊക്കെ എനിക്കറിയണം. അതുകൊണ്ട് ഞാൻ നാളെ നിങ്ങൾക്ക് 2 പേർക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട്. അതെടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്ക് ചെക്കപ്പ് ഉണ്ടെന്നേ ഞാൻ രഞ്ജുവിനോട് പറയും. 2 പേരും കൂടെ പോകണം. എന്നിട്ട് 2 പേരും പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് രഞ്ജുവിൻ്റെ DNA ടെസ്റ്റ് എടുക്കാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. രഞ്ജുവിൻ്റെ DNA എടുത്ത് അത് പരിശോധനയ്ക്ക് കൊടുക്കുകയും വേണം. അത് കേട്ടതും ഗീതു ഞെട്ടി. എന്താ കണ്ണേട്ട ഇത് നമ്മൾ അമ്മയെ വേദനിപ്പിക്കുന്നതിന് തുല്യമല്ലേ? അമ്മയെ ചതിക്കുന്നതിന് തുല്യമല്ലേ? അമ്മയെ ഗോവിന്ദേട്ടന് സംശയമാണോ? ഇല്ല ഗീതു, എൻ്റെ അമ്മയെ എനിക്ക് വിശ്വാസമാണ് 100% അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മയുടെയും രഞ്ജുവിൻ്റെയും DNA ടെസ്റ്റ് എടുത്തേ മതിയാകൂ. അമ്മയുടെ DNA ടെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ രഞ്ജുവിനെ അവിടെ എത്തിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. രഞ്ജുവിനെ അവിടെ എത്തിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഓരോരോ പണികൾ ഉണ്ടാക്കിയേ മതിയാകൂ. എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാം അവസാനിപ്പിച്ച് രഞ്ജു ആരുടെ കുഞ്ഞാണെന്ന് എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. അപ്പോൾ ഗീതു ആണെങ്കിലോ ആകെ പേടിച്ചു. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എല്ലാം കൊണ്ടും കണ്ണേട്ടനെല്ലാം കണ്ടുപിടിക്കുകയാണല്ലോ. ആകെ മൊത്തത്തിൽ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും? എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു കരയുക. ദൈവമേ, അമ്മ മറച്ചു വെച്ച ആ രഹസ്യം രഞ്ജു തന്നെയാണ് അനാർക്കലിയുടെ മകൾ എന്നാൽ ഗോവിന്ദേട്ടനും കണ്ണേട്ടനും ഇതിലേക്ക് തന്നെ എത്തുകയാണല്ലോ. കണ്ണേട്ടൻ DNA ടെസ്റ്റ് എടുക്കാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ചു. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. DNA ടെസ്റ്റ് എടുത്തതും അവിടെ രഞ്ജു വിജയലക്ഷ്മിയുടെ മകളല്ല, അനാർക്കലിയുടെ മകളാണ് എന്നുള്ള സത്യം തെളിയുകയാണ്. അത് കണ്ടതും നമ്മുടെ ഗോവിന്ദന് ദേഷ്യത്തോടെ ഗോവിന്ദ് അവിടെ വിജയലക്ഷ്മിയുടെ മുൻപിലേക്ക് എത്തി. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നിങ്ങൾ എന്തിനാ എന്നോട് അത് ചെയ്തത്? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നും പറയുകയാണ്. അത് കേട്ടതും എന്താ മോനെ, എന്തു പറ്റി? ഇത്രയും നാളും ശത്രുവിൻ്റെ മകളെയാണ് നിങ്ങൾ സംരക്ഷിച്ചതല്ലേ? ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല വിജയലക്ഷ്മി അമ്മേ. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, സ്നേഹിച്ചു, രാധിക അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നെ ചതിച്ചു. ഇപ്പം ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തിരുന്ന രഞ്ജുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രഞ്ജുവിനെ തള്ളി നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെ മേത്തേക്ക് ഇട്ടു. വിജയലക്ഷ്മി അമ്മയുടെ മേത്തേക്ക്
പോയി രഞ്ജു തെറിച്ചു വീണു. എനിക്കിവളെ വേണ്ട, ശത്രുവിൻ്റെ മകളായി ഇവളെ സ്വന്തം അനിയത്തിയാണെന്നും പറഞ്ഞ് നിങ്ങളെന്നെ പറ്റിച്ചു. നിങ്ങളോടും എനിക്കിനി ക്ഷമിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. വിളിച്ചോണ്ട് പോയിക്കോളൂ ഇവളെ കൊണ്ട് ഇവിടുന്ന്. ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും, അത് ഉറപ്പാ. അനിയത്തിന്ന് വിളിച്ചതുകൊണ്ട് കൂടപ്പിറപ്പാണെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തിയതുകൊണ്ട് എനിക്കതിന് സാധിക്കുന്നില്ല. പക്ഷേ ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഭയങ്കര ദേഷ്യത്തിൽ രഞ്ജുവിനെ ആട്ടിപ്പായിക്കുകയാണ്. വിജയലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. സഹിക്കാനാകാതെ ഗീതുവും ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇല്ല, ഒരിക്കലും ഇതാരും അറിയരുത്. ഈ സത്യം എല്ലാവരും മറക്കണം. എൻ്റെ ദൈവമേ, രഞ്ജു അനാർക്കലിയുടെ മകളാണെന്നുള്ള സത്യം കണ്ണേട്ടൻ അറിയാൻ പാടില്ല എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ.